ഹലോ, ഞാൻ ആതിര. എല്ലാവർക്കും ലൈഫ് ആൻഡ് മേക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് നല്ല കമൻസും തരാറുണ്ട്. അതുപോലെ തന്നെ ചില വിമർശനങ്ങളും പറയാറുണ്ട്. ആ വിമർശനങ്ങളൊക്കെ ഞാൻ സ്വീകരിച്ചിട്ട് മാക്സിമം അതൊക്കെ മാറ്റി നല്ല രീതിയിൽ തന്നെ എൻ്റെ വീഡിയോസ് ഞാൻ അവതരിപ്പിക്കാറുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോനകത്തിട്ട് എനിക്ക് ഒരു മോശമായിട്ടുള്ളൊരു കമൻ്റ് എന്ന് പറയാൻ പാടില്ല കേട്ടോ. അങ്ങനെ ഒരു ചീത്ത വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഒരാൾ ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചീത്ത വാക്കെന്ന് പറയുമ്പോൾ ഞാനത് ഓൾറെഡി അത് ബ്ലോക്ക് ചെയ്തു. ഞാൻ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് അത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം വെച്ചാൽ അത് ഒരു പബ്ലിക്കായിട്ടത് കാണിക്കാൻ പറ്റുന്ന തരം ഒരു നല്ലൊരു കമൻ്റ് അല്ല. അത് വളരെ എന്ന് വെച്ചാൽ ചീത്ത പറയാമെന്നൊക്കെ പറയുമല്ലോ, അങ്ങനെയുള്ളൊരു കമൻ്റാണ്. തികച്ചും ഒരു സ്ത്രീയെ പറയാൻ പാടില്ലാത്ത തരം വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു കമൻ്റായിരുന്നു അത്. അപ്പോൾ ശരിക്കും എനിക്കതങ്ങ് കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി കേട്ടോ. വിഷമാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് എൻ്റെ വീഡിയോയിൽ ആരെയും കുറ്റപ്പെടുത്തിയും പരാമർശിച്ചിട്ടൊന്നും ഞാനൊരു വീഡിയോസും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ചെയ്യുന്നത് എൻ്റെ ശത്രുക്കളെന്ന് പറയുന്നത് കുറേ കീടങ്ങളും പുഴുക്കളും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എൻ്റെ ഒരു ശത്രു എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ പല വീഡിയോസിനകത്തും ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ശത്രുക്കൾ അവർ തന്നെയാണ്. അപ്പോൾ അവരെ തുരത്താൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ പറയാറുണ്ട്. അല്ലാതെ ഞാൻ ആരെയും പേഴ്സണലി ഒന്നും ഇതുവരെ വീഡിയോസിനകത്തൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, നേരിട്ടും പറയാൻ പോയിട്ടില്ല. പിന്നെ അങ്ങനെ ഒരു കമൻറ്റ് വന്നപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു വിഷമമായി. പിന്നെ ഞാൻ സ്വയം ആശ്വസിച്ചതെന്ന് പറയുമ്പം നമ്മുടെ ദൈവങ്ങൾ തന്നെ, ഹിന്ദുക്കളുടെ ദൈവമായാലും കൃഷ്ണനായാലും അതുപോലെ തന്നെ യേശുക്രിസ്തു ആയാൽ തന്നെയും അവർക്കെല്ലാം തന്നെ ശത്രുക്കളുണ്ട്. അത് നമുക്കറിയാവുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ദൈവങ്ങൾക്ക് പോലും ശത്രുക്കളുണ്ടെങ്കിൽ പിന്നെ എന്നെപ്പോലെ സാധാരണ ഒരു സ്ത്രീക്ക് ശത്രുക്കൾ ഉണ്ടാവാതിരിക്കാനുള്ള കാര്യമൊന്നും ഇല്ലല്ലോ. നമ്മൾ നിർബന്ധം പിടിക്കാനും പറ്റില്ല നമുക്ക് ശത്രുക്കൾ ഉണ്ടാവരുത് എന്ന്. നമ്മൾ മാക്സിമം ആ രീതിയിൽ മുന്നോട്ട് പോകും, ശത്രുക്കളെ ഒന്നും ഉണ്ടാക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകും. പക്ഷേ മറ്റുള്ളവർക്കും അത് തോന്നണമല്ലോ, നമ്മളെ ശത്രുവായിട്ട് കരുതരുത് എന്ന് അവർക്കും തോന്നുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സ്വയം അതിനൊരു ആശ്വസിച്ചത് കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് ശരിക്കും അങ്ങനെ ഒരു കമൻറ്റ് വിഷമമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ചൊന്ന് ഡിലേ ആയത് കേട്ടോ. നിങ്ങളുടെ പുതിയൊരു വീഡിയോ ചെയ്യാനായിട്ട് കുറച്ച് താമസിച്ചുള്ള കാര്യം അതാണ്. ഞാനത് ഒന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് വരാനുള്ള കുറച്ച് ടൈം ഞാൻ എടുത്തു. അപ്പോൾ വീഡിയോയ്ക്ക് മുന്നിലിരിക്കുമ്പോൾ വീണ്ടും എനിക്കൊരു വിഷമം തോന്നും. പിന്നെ ഹസ്ബൻഡൊക്കെ പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു, പലർക്കും ഇതുപോലെ ശരിയാണ്, പല വീഡിയോസിലും പലരെയും പരാമർശിച്ചിട്ട് ഇങ്ങനെ ഓരോ നെഗറ്റീവൊക്കെ വരാറുണ്ട്. പലരും അതങ്ങ് തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനും അതുപോലെ തള്ളിക്കളയണമെന്ന് പുള്ളി എന്നോട് പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ എനിക്കൊരു ചെറിയൊരു പേഴ്സണൽ ധൈര്യം തോന്നിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയും ഇതുപോലെ തന്നെ എൻ്റെ ഒരു ശത്രുവിനെ തുരത്തുന്ന വീഡിയോ ആണ് കേട്ടോ. എൻ്റെ ശത്രു എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ ഓർക്കിഡ് ചെടികളിലൊന്നും ഇപ്പോൾ പൂക്കൾ കുറവെന്നല്ല, പൂക്കളില്ല. ഞാൻ പറഞ്ഞിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ സ്ഥലങ്ങൾ മാറ്റി ഭയങ്കര വെയിൽ കാരണം ഓരോ സ്ഥലങ്ങൾ മാറ്റി വെച്ചിട്ട് അവസാനം ഇവിടെയാണ് ഞാൻ കൊണ്ടുവന്ന് ഓർക്കിഡ് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ വലിയ വെയിലില്ല, എന്നാൽ വെയിലുണ്ട് താനും. അപ്പോൾ അങ്ങനെ സ്ഥിരമായിട്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കറക്റ്റ് വെള്ളവും വളമെല്ലാം നൽകിയപ്പോൾ മൊട്ടുകളെല്ലാം വന്നിട്ടുണ്ട്. അങ്ങനെ ഇരുന്ന സമയത്ത് 3-4 മൊട്ടുകൾ ഇങ്ങനെ നല്ല രീതിയിൽ വന്നു കഴിഞ്ഞിട്ട് നോക്കിയ സമയത്ത് മൊട്ടുകൾ തിന്ന് നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മൊട്ട് കാണാൻ പറ്റുന്നില്ലായിരുന്നു. ഞാനിങ്ങനെ ഓരോ ദിവസവും വന്ന് നോക്കും, മൊട്ട് വന്നിട്ടുണ്ടോ, ഇലയിൽ എന്തൊക്കെ വ്യത്യാസം ഉണ്ടെന്ന് ഞാനിങ്ങനെ വന്ന് എല്ലാ ദിവസവും നോക്കും. അങ്ങനെ ഒരു ദിവസം രാവിലെ നോക്കിയപ്പോൾ കാണുന്നത് എൻ്റെ മൊട്ട് ഇങ്ങനെ അത് നുള്ളി കളഞ്ഞിരിക്കുന്നു. അപ്പം നമ്മുടെ ശത്രു എന്ന് പറയുന്നത്, എൻ്റെ ഒരു ശത്രു എന്ന് പറഞ്ഞാൽ തികച്ചും എൻ്റെ ചെടികളിലെ പൂക്കൾ തിന്ന് നശിപ്പിക്കുന്നവരെയാണ് ഞാൻ ശത്രുവായിട്ട് കരുതുന്നത്. അപ്പം അങ്ങനെ ഒരു ശത്രുവിനെ തുരത്തുന്ന ഒരു മരുന്നായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നേരിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കാണാം. നമ്മുടെ വീഡിയോയിൽ എപ്പോഴും പറയാറുണ്ട്, ഓർഗാനിക് ആയിട്ടുള്ള ഫംഗിസൈഡ് ആയാലും അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങളുമാണ് ഞാൻ എൻ്റെ ഓർക്കിഡ് ചെടികൾക്ക് കൊടുക്കാറുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ എപ്പോഴും കൊടുക്കണമെന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത്. അപ്പോൾ നമ്മുടെ ചെടികളിലെ മുട്ടുകൾ കുറേ നാളായിട്ട് മുട്ടുകൾ വരാഞ്ഞിട്ട് മുട്ടുകൾ വന്ന സമയത്ത് ഇതുപോലെ ഒരു പക്കി വന്നിട്ട് ആക്രമിച്ച് അതെല്ലാം തിന്നുകയുണ്ടായി. അപ്പോൾ ഞാൻ ആദ്യം ഓർഗാനിക്കായിട്ടുള്ള നമ്മുടെ
കറുവാപ്പട്ടയുടെ പൊടി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഫംഗിസൈഡാണ് കേട്ടോ. ഓർഗാനിക് ആയിട്ടുള്ള ഫംഗിസൈഡാണ് നമ്മുടെ ഈ കറുവാപ്പട്ടയുടെ പൊടി എന്നൊക്കെ പറയും. നമ്മൾ കട്ട് ചെയ്യുമ്പോഴും എല്ലാം കറുവാപ്പട്ടയുടെ പൊടി തേക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഓർഗാനിക് ആയിട്ടുള്ളൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടില്ല. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, യൂസ് ചെയ്യുന്നവർക്ക് അറിയാവുന്ന കാര്യമാണ്. പെട്ടെന്നൊരു റിസൾട്ട്, സഡൻ റിസൾട്ട് നമുക്കതിൽ നിന്ന് കിട്ടാറില്ല. അപ്പോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഞാനിതുപോലെ മുട്ടുകളൊക്കെ വരുമ്പോൾ വെച്ചാൽ പെട്ടെന്ന് എൻ്റെ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ആ പ്രാണി ഒരു ദിവസം കൊണ്ട് തന്നെ മൊത്തം നശിപ്പിച്ച് കളയും. പിന്നെ അത് വിരിയില്ല, പോയി കരിഞ്ഞു പോയത് തന്നെ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കെമിക്കൽ ആശ്രയിക്കാതെ ഒരു നിവൃത്തിയില്ല. അങ്ങനെ ഞാൻ കെമിക്കൽ ആയിട്ടുള്ളൊരു ഫംഗിസൈഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മേടിച്ചത് ഇതുപോലുള്ളൊരു സാഫിൻ്റെ ഫംഗിസൈഡാണ് കേട്ടോ. ഇത് നമുക്ക് ഓൺലൈനിൽ മേടിക്കാം, അതുപോലെ തന്നെ അഗ്രോ ബസാറുകളിലും എല്ലാം ഇത് വളങ്ങളൊക്കെ മേടിക്കുന്ന കടകളിലുണ്ടല്ലോ, അവിടെ എല്ലാം നമ്മുടെ ഈ സാഫിൻ്റെ ഫംഗിസൈഡ് മേടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ സാഫ് ഫംഗിസൈഡ് മേടിച്ചിട്ട് നമ്മുടെ ഓർക്കിഡുകളിൽ മാത്രമല്ല യൂസ് ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ എല്ലാ ചെടികളിലും നമുക്ക് പച്ചക്കറികളിലും എല്ലാം നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗിസൈഡാണ് ഈ സാഫ് എന്ന് പറയുന്നത്. പക്ഷേ കെമിക്കലാണ് കേട്ടോ. അപ്പോൾ പച്ചക്കറികളിലൊന്നും യൂസ് ചെയ്യേണ്ട. നമ്മുടെ ചെടിയിലൊക്കെ നമുക്ക് വല്ലപ്പോഴും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ടല്ലോ, നമ്മുടെ അടീനത്തിലൊക്കെ പൂകൾ കരിഞ്ഞു പോവുക, അഴുകിപ്പോകുന്നത്, പിന്നെ തണ്ട് ചീയൽ, ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ റോസയിൽ ഇലകളൊക്കെ മഞ്ഞിച്ച് പോകാറൊക്കെ കാണാറുണ്ട്. പിന്നെ കറുത്ത സ്പോട്ടുകൾ, ബ്ലാക്ക് സ്പോട്ടുകളൊക്കെ വരാറുണ്ട്. ഇതിനെല്ലാം നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗിസൈഡാണ് നമ്മുടെ ഈ സാഫ് എന്ന് പറയുന്നത്. അപ്പോൾ മറ്റ് പല ഫംഗിസൈഡ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തിട്ടാണ് ഞാനൊരു ഫംഗിസൈഡ് സെലക്ട് ചെയ്തത്. കാരണം വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് കെമിക്കൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കത് മറ്റുള്ളത് യൂസ് ചെയ്തിട്ടുള്ളൊരു പരിചയമില്ല. പക്ഷേ ഇത് യൂസ് ചെയ്തിട്ടോ, ഓൾറെഡി ഞാൻ ഇത് യൂസ് ചെയ്തു. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് എൻ്റെ ബാക്കി മുട്ടകളെല്ലാം സംരക്ഷിക്കാൻ പറ്റിയത്. അപ്പം 3 മുട്ടകൾ, എൻ്റെ ചെടിയിൽ വന്ന 3 മുട്ട അപ്പാടെ ഒരു പ്രാണി വന്നിട്ട് നശിപ്പിച്ച് കളഞ്ഞു. ബാക്കിയൊക്കെ അത് പോവാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് ഞാൻ മേടിച്ചൊരു സാധനമാണ് ഇത് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇതെന്ന് പറയുമ്പം ഒരു 100 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് മേടിച്ചത്. ഈ 100 ഗ്രാമിൻ്റെ പാക്കറ്റിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. നമുക്കിത് 1 വർഷം വരെ നമുക്ക് ഈ 100 ഗ്രാം പാക്കറ്റ് യൂസ് ചെയ്യാൻ സാധിക്കുന്നത് വെച്ചാൽ ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോഴാണ് കറക്റ്റ് നമ്മുടെ ഈ സാഫ് യൂസ് ചെയ്യേണ്ടത്. അത് കറക്റ്റായിട്ട് ആ 2 ആഴ്ച കൂടുമ്പോൾ നമ്മളിത് ഉപയോഗിക്കുകയാണെങ്കിൽ കറക്റ്റ് അതിൻ്റെ റിസൾട്ട് കിട്ടുമെന്ന് അവർ പറയുന്നത് കേട്ടോ. അപ്പം ഇതിന് ഈ 100 ഗ്രാം ഫംഗിസൈഡിന് ഒരു 90 രൂപയാണ്, 90 റുപ്പീസാണ് കേട്ടോ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എംബ്ലോക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡയറക്ഷൻ ഓഫ് യൂസ് ഇതിനകത്ത് കൊടുത്തിട്ടില്ല. അത് ഞാൻ അല്ലാതെ നോക്കുക എന്നെ മനസ്സിലായത് കേട്ടോ. ഇതിനകത്ത് കറക്റ്റ് കൊടുത്തിട്ടില്ല അത് എങ്ങനെ ഉപയോഗിക്കുന്നത്. പിന്നെ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇത് പൊട്ടിച്ച് ഓപ്പൺ ചെയ്ത് വെക്കരുത്. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒരു ചെറിയ പാക്കറ്റൊക്കെ ആകുമ്പോൾ ഇങ്ങനെ പൊട്ടിച്ചിട്ട് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഇതുപോലെ കൊണ്ട് വെക്കാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്ത്, പ്രത്യേകിച്ച് ഇത് കെമിക്കലാണ്. പിന്നെ അത് ടാഗ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ഞാനാണെങ്കിൽ ഇതുപോലത്തെ ചെറിയൊരു ടിന്നിനകത്ത് ആക്കി വെച്ചാണ് ചെയ്തത്. അപ്പം നമ്മുടെ ആവശ്യാനുസരണം ഇതിൽ നിന്ന് എടുത്തിട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്ത് അടച്ചു വെക്കുക ചെയ്യുന്നത്. ചെറിയ ലൈറ്റ് കിട്ടുന്ന രീതിയിലൊക്കെ കൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ വളങ്ങൾ സ്പ്രേ ചെയ്യുമ്പോൾ നിങ്ങളോട് പറയും എപ്പോഴും നനച്ചിട്ട് വേണം, ഇലകളും ചെടിയും മൊത്തത്തിൽ നനച്ചിട്ട് വേണം നമ്മൾ വളം ഒഴിക്കാനെന്ന് പറയും. അപ്പോൾ അതുപോലെ തന്നെ ഇതും നമ്മൾ സ്പ്രേ ചെയ്യുന്ന സമയത്തിന് മുന്നേ നമ്മുടെ ചെടി നല്ല പോലെ ചെടിച്ചട്ടിയിൽ, ഇലകളിലൊന്നും അല്ല കേട്ടോ, ചെടിച്ചട്ടിയിൽ നല്ല പോലെ വെള്ളം ഒഴിച്ചിരിക്കണം. നല്ല തണുത്ത വെള്ളം ഒഴിച്ചതിന് ശേഷം, ഇലകളിലൊന്നും ഒഴിക്കരുത് വെള്ളം. പിന്നെ നമുക്ക് ഇത് 1 ഗ്രാം എടുക്കുക, 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യുക, എന്നിട്ട് നല്ല പോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലായിടവും സ്പ്രേ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഇത് 2 ആഴ്ച കൂടുമ്പോഴാണ് സ്പ്രേ ചെയ്യേണ്ടത്. ആ 2 ആഴ്ച കാലയളവിൽ ഇതിൻ്റെ എഫക്റ്റ് നിൽക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. ആ 2 ആഴ്ചയോളം നമ്മുടെ ഈ പ്ലാന്റിൽ ഇതിൻ്റെ ആ ഒരു എഫക്റ്റ് കാണുമ്പോൾ ആ എഫക്റ്റ് പോകുന്നതിന് മുമ്പ് അടുത്ത സ്പ്രേ ചെയ്യണമെന്നാണ് പറയുന്നത്. നിങ്ങളെ ഈ പൂക്കളുടെയൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെയുള്ള ചെടികളിൽ മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ. എല്ലാത്തിലും അപ്ലൈ ചെയ്യണമെന്നില്ല. അതിൽ ഈ ഒരു എയർ സ്പ്രെയർ ആണുള്ളത്. അപ്പോൾ ഇതിനകത്ത് കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട് 1 ലിറ്റർ അവിടം വരെ, 1000 ml എന്ന് പറയുമ്പോൾ 1 ലിറ്റർ ആണ്. അപ്പോൾ ഇതുവരെ വെള്ളം നമുക്ക് ഒഴിച്ചിട്ടാണ് നമ്മളിതിൻ്റെ പൊടി മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ പാട്ടയിലാണ് പൊടിയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും എടുക്കുന്നത് ഇതുപോലത്തെ ചെറിയ സ്പൂൺ ഉണ്ടല്ലോ, വലിയ ഐസ്ക്രീമിൻ്റെ അല്ല, ചെറിയ ഐസ്ക്രീം സ്പൂണുണ്ട്. അപ്പോൾ ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് എടുക്കത്തില്ല, കുറച്ച് ഈ ഒരളവ് മാത്രം നമ്മുടെ ഈ സാഫ് എടുക്കുക, നമുക്ക് മിക്സ് ചെയ്യാം.
അപ്പോൾ തിരിച്ചിത് നനയരുത് കേട്ടോ, ഇത് നനയാൻ പാടില്ല. നനയാതെ തന്നെ തിരിച്ചങ്ങ് വെക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നനഞ്ഞിട്ട് ഇതിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പൊടിയും കട്ട പിടിക്കും, പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പാടായിരിക്കും. എന്നിട്ട് ഞാനിപ്പോൾ 1 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്, അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പം തന്നെ ആ പൊടി അങ്ങ് മിക്സ് ആയിക്കോളും. അപ്പം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നീല കളറാണ് കേട്ടോ, നല്ല നീല കളറാണ്, നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇത് 1 ലിറ്റർ വരെ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഒഴിക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും നമ്മുടെ ചെടികളിൽ എവിടെയൊക്കെ പതിഞ്ഞിട്ടുണ്ടെന്ന്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ നീല കളർ നമ്മൾ വെള്ളമായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ആ ചെടികളിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതൊരു വെള്ളപ്പാട പോലെ കിടക്കും. അപ്പോൾ നമുക്കറിയാം എവിടെയൊക്കെ നമ്മൾ കറക്റ്റ് ഇത് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഒഴിക്കുന്ന ഉടനെ അറിഞ്ഞില്ലെങ്കിലും പിന്നെ നമുക്ക് അറിയാൻ പറ്റും നമ്മളിത് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ നമുക്കിത് ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റ് ചെടികളിൽ ഒന്നീ രാവിലെ പറഞ്ഞ പോലെ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം വെയിലിന് ശേഷം നമുക്ക് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇലകളിലും തണ്ടുകളിലും അതുപോലെ തന്നെ മൊട്ടുകളിലും മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യണം. കാരണം വെച്ചാൽ മുട്ട തിന്നുന്ന പ്രശ്നമല്ലേ കൂടുതലും വരുന്നത്. അപ്പോൾ നമുക്ക് ഈ മൊട്ടുകളിൽ, ഞാൻ എപ്പോഴും പറയും ചെടികളുടെ പൂക്കളിലും മൊട്ടുകളിലും അടിക്കരുതെന്ന് പറയും, പക്ഷെ നമുക്കിത് മൊട്ടുകളിൽ അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം മറ്റ് പ്രാണികളൊന്നും അതിനകത്ത് ഇരുന്നിട്ട് നീരൂറ്റി കുടിച്ച് പൂക്കളും മൊട്ടുകളൊന്നും നശിപ്പിക്കത്തില്ല. അപ്പോൾ കറക്റ്റ് മറ്റ് ചെടികൾക്കൊക്കെ ആണെങ്കിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, അവർ മൂട്ടിൽ നമ്മൾ റോസയിലൊക്കെ ആണെങ്കിൽ ചെടിച്ചട്ടിയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. നമ്മൾ ഓർക്കിഡിനകത്ത് അതിൻ്റെ ആവശ്യമില്ല, സ്പ്രേ ചെയ്യുമ്പോൾ ജസ്റ്റ് എല്ലായിടവും കിട്ടുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ നമ്മുടെ ഫംഗിസൈഡ് പ്രയോഗിക്കുന്നതിൻ്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വീടുകളിലൊക്കെ പുകയ്ക്കാറുണ്ടല്ലേ, നമ്മൾ ചെറിയ കീടങ്ങളും പ്രാണികളും ഒക്കെ പോകാനായിട്ട് നമ്മൾ കൊതുവിനെയൊക്കെ ഓടിക്കാനും ഒക്കെ നമ്മൾ ചെറിയ ഓരോന്നൊക്കെ ഇട്ട് പുകയ്ക്കാറുണ്ട്. അപ്പോൾ കുന്തിരിക്കുക എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ഇട്ട് നമ്മൾ പുകച്ച് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കളയാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഓർക്കിഡ് ചെടികളിൽ ചെറുതായിട്ട് എന്ന് വെച്ചാൽ തീ കത്തണമെന്നല്ല ഞാൻ പറയുന്നത്, ചെറിയ പുക മാത്രം പറ്റണം. അപ്പോൾ ആ രീതിയിൽ എനിക്കാണെങ്കിൽ ഇവിടെ വേപ്പുണ്ട്, വേപ്പിൻ്റെ ഇല ഞാനിങ്ങനെ കളക്ട് ചെയ്തിട്ട് സന്ധ്യയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ അടിയിലോട്ട് വെച്ച് ചെറിയ ചട്ടിയിൽ ഇങ്ങനെ തൊണ്ടൊക്കെ വെച്ചിട്ട് അതിനകത്ത് വേപ്പിലയും കൂടി പിച്ചിയിട്ട് പുകയ്ക്കാറുണ്ട്. അങ്ങനെ പുകയ്ക്കുമ്പോഴും എനിക്ക് ചെറിയ രീതിയിൽ വലിയ എഫക്റ്റ് തോന്നുന്നതെന്നല്ല, നമ്മൾ വേപ്പില കഷായമൊക്കെ യൂസ് ചെയ്യല്ലോ, നീം ഓയിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ആൻറ്റിസെപ്റ്റിക്കാണ് നമ്മുടെ ഈ നീമെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ പ്രാണികളൊക്കെ ഓടിക്കാനും ഈ പുകയുടെ സ്മെല്ലുണ്ടോ, വേപ്പിലയുടെ ഒരു സ്മെല്ല് വരും. അപ്പോൾ അത് കുറച്ചൊക്കെ ഹെൽപ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വല്ലപ്പോഴും ഒക്കെ ഇത് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ വല്ലപ്പോഴും ഇങ്ങനെ പുകയ്ക്കാറുണ്ട്. പുക മാത്രമേ പാടുള്ളൂ, തീ കത്തി ഓർക്കിഡ് ചെടി ഞാൻ പറഞ്ഞിട്ട് തീ കത്തിച്ചിട്ട് ഓർക്കിഡ് ചെടി കരിഞ്ഞു പോയെന്ന് ആരും പറയരുത്. തീ കത്തിക്കരുത്, ജസ്റ്റ് പുക മാത്രം ഒന്ന് ചെയ്യാം. നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ ആ ടെക്നിക്കെന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണല്ലേ ഒരു ചെടിയിൽ മുട്ടും പൂക്കളും ഒക്കെ ഉണ്ടാവുന്നത്. നമ്മളതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. നമ്മൾ വളങ്ങളും വെള്ളമൊക്കെ നൽകിയിട്ട് ഒരു പൂ കാണാനും ഒരു മുട്ട് വരുന്നത് കാണാനും ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണല്ലേ. അപ്പം അങ്ങനെ ചെയ്യുന്നവർക്കറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ വന്നൊരു മുട്ടുകൾ വന്നിരിക്കുന്ന സമയത്ത് ഒരു പ്രാണി വന്ന് അത് നശിപ്പിച്ചുകൊണ്ട് പോകുകയെന്ന് പറയുമ്പോൾ നമുക്കൊട്ടും സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുള്ളവർക്ക് ഈ ഒരു സാഫ് എന്ന് പറയുന്ന ഫംഗിസൈഡ് തികച്ചും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കെമിക്കൽ ഫംഗിസൈഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പ് തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ.